നമ്മൾ ടോവിനെ പറഞ്ഞ പോലെ ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് മലയാളികൾക്ക് വെറും ഭക്ഷണം മാത്രമല്ല, അതൊരു വികാരമാണ്. അതുപോലെ കുറച്ച് വികാരം കൂടുതൽ ഒരാളാണ് എൻ്റെ പുയ്യാപ്പിള. മൂപ്പർക്ക് ഈ പൊറോട്ടനോടും ബീഫിനോടും എന്തോ ഒരു ഇഷ്ക് കുറച്ച് കൂടുതലാണ്. നമുക്ക് അങ്ങനെയാണ്. മൂപ്പർക്ക് ഇപ്പം അല്ലേ പനിയാണ്. പനിയാകുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടുതലേ. സാധാരണ നമുക്കൊക്കെ കഞ്ഞിയും പയറും കുടിക്കാനാണെങ്കിൽ ഓൻക്കിഷ്ടം നല്ല പൊറോട്ടയും ബീഫ് അടിക്കാനാണ്. അങ്ങനെ പൊറോട്ടയും ബീഫുമായിട്ട് നമ്മൾ പോയത് നമ്മൾ ഫൈസിക്കുന്നു. നല്ല മുരുമുര കുറച്ച് പൊറോട്ടയും അതിനൊപ്പം നല്ല ചൂടുള്ള നനാന്ന് പറയണേ ബീഫ് കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഹയറാണ്. അങ്ങനെ മുരുമുര പൊറോട്ടൻ്റെ ഒരു പീസും നല്ല പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ബീഫിൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം കൈ കൊണ്ട്. എന്നിട്ട് അതിങ്ങനെ വായിക്ക് വെക്കണം. അപ്പം കിട്ടുന്നൊരു ഉഷാറുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. അതൊരു പ്രത്യേക ഫീലാണ്. ഓൻ്റെ ഊഴം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഊഴാണല്ലോ. ഞാൻ പിന്നെ ഒട്ടും കുറച്ചില്ല. ഞാൻ അതിൻ്റെ ഗ്രേവി കുറച്ചുകൂടി എടുത്തിട്ട് നല്ലൊരു പിടി പിടിച്ച്. പിന്നെയാണ് അവിടുത്തെ കാക്കാറുണ്ട് നല്ല നണ്ട് റോസ്റ്റ് ഉണ്ട്, അത് മുളകിട്ടത്. അപ്പോൾ പിന്നെ നമ്മൾ അതായിട്ട് കുറയ്ക്കരുതല്ലോ. അങ്ങനെ നമ്മൾ നല്ലൊരു മുളകിട്ട നണ്ട് റോസ്റ്റ് ഓർഡർ ചെയ്ത്. എന്നിട്ട് ബാക്കിലൊരു പൊറോട്ടൻ്റെ പീസുണ്ട്, അത് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളതാണ് കൂട്ടിപ്പിടിച്ച്. പക്ഷേ എന്താണെന്നറിയില്ല, പൊറോട്ടനെക്കാട്ടിലും നമ്മൾ മുളകിട്ടിക്ക് കോമ്പിനേഷൻ പത്തിരി അപ്പാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതും ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്തു കഴിച്ച് മനസ്സ് നിറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നത്. അതന്നെ ഉണ്ടായേ.